എനിക്ക് ജാസ്മിന്റെ ഹൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി ബെസ്റ്റ്. നമ്മുടെ 2 ഗസ്റ്റുകൾ സാബുമോനും ശ്വേത മേനോനും അവർ ഓരോ കണ്ടസ്റ്റൻറ്റുകളെ പറ്റി വ്യക്തമായിട്ട് നിരീക്ഷണം നടത്തുകയാണ്. എന്തായാലും ഇവർ പുറത്തുനിന്ന് കുറച്ച് എപ്പിസോഡൊക്കെ കണ്ടിട്ടായിരിക്കണമല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ഈ ശ്വേത മേനോൻ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ സാബുമോനും ശ്വേതയും കൂടി ഇരുന്ന് ഒരു ചർച്ച നടത്തുകയാണ്. കണ്ടസ്റ്റൻറ്റുകളെ പറ്റിയൊക്കെ ഒരു അനലൈസ് നടത്തുകയാണ്. സാബു ഈ വീടിനുള്ളിൽ വന്നതിന് ശേഷം കണ്ടസ്റ്റൻറ്റുകളൊക്കെ ആയിട്ട് ഇടപഴകുകയും അവരുടെ ഗെയിമുകളൊക്കെ നിരീക്ഷിക്കുകയും അവർക്ക് നിരവധി ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവരൊക്കെ ഒരു മനുഷ്യരല്ലേ. ഒരു മനുഷ്യനാകുമ്പോൾ അവർക്കൊരു ഫേവറേറ്റ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു വസ്തുവിനോട് പ്രത്യേക ഇഷ്ടം തോന്നും. അങ്ങനെ ആ കാര്യങ്ങൾ ഇവിടെ രണ്ടുപേരും ചർച്ച ചെയ്യുമ്പോൾ ശ്വേത പറയുന്നു, എനിക്കിവിടെ വന്നിട്ട് ജാസ്മിൻ്റെ അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടു, ജാസ്മിൻ്റെ ഹൈറ്റ് അങ്ങ് എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തെന്നാണ് ശ്വേത പറയുന്നത്. ഈ ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ്റെ നെഗറ്റിവിറ്റി കുറേശ്ശെയായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്വേതയുടെ ഈ കമൻസും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് സാബു ഇങ്ങനെ ശ്വേതയോട് പറയുകയാണ്, ഇവിടുത്തെ ഒരു ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണ്. അയാൾ നല്ലതായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഗെയിം കളിക്കാൻ. അതുപോലെ ചെയ്യുന്ന ജോലിയിലൊക്കെ സിൻസിയർ ആണെന്നുള്ളൊരു അഭിപ്രായമാണ് ശ്വേതയോട് പങ്കുവെക്കുന്നത്. എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ചിന്ത മാത്രമാണ്. എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഉണ്ടാകും. ഒരുപോലുള്ള എത്ര വസ്തുക്കൾ കണ്ടാലും അതിനകത്ത് ഒരല്പം ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഫേവറേറ്റായിട്ട് തോന്നുന്ന ഒരു വസ്തു ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ശ്വേതയ്ക്ക് ഇമ്പ്രസ് ആയത് ജാസ്മിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ സാബുമോന് ഇമ്പ്രസ് ആയത് ജിൻഡോയുടെ സിൻസിയറിറ്റിയും ഗെയിമുമാണ്. നിലവിലിപ്പോൾ ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻറ്റുകളുടെ പേര് പറയുമ്പോൾ ജാസ്മിനും ജിൻഡോയും അതിൻ്റെ ടോപ്പിൽ തന്നെയുണ്ട്. പക്ഷേ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പോളിലിട്ടാൽ ജിൻഡോ തന്നെയാവും ഒന്നാമത്. നമ്മുടെ ചാനലിലും ഞാനിങ്ങനെ ഒരു പരീക്ഷണം നടത്തി ടോപ്പ് 5-ൽ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ പേര് വെച്ചൊരു പോളിട്ടു. അത് ജാസ്മിനും ജിൻഡോയും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ 2 പേരൂടെ ഉണ്ട്. എന്നാൽ ജാസ്മിന് 12% പേര് വോട്ട് ചെയ്യുമ്പോൾ ജിൻഡോയ്ക്ക് കിട്ടിയത് 82%. ഏതായാലും പ്രേക്ഷക പ്രീതിയിൽ മുൻപിൽ നിൽക്കുന്ന ജിൻഡോ തന്നെയാണ്. അതുപോലെ സാബുമോൻ തൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിട്ട് ശ്വേതയോട് അഭിപ്രായം പറയുന്നത് ജിൻഡോയെക്കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.